കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ വിദ്യാർത്ഥി ദിലീഞ്ജാനിൻ്റെ മരണത്തിന് ഉത്തരവാദിയായ ഡോക്ടർ റാമിൻ്റെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി. ഇന്നലെ ആണ് ഹൈക്കോടതി അത് പരിഗണിച്ചത്. ഹൈക്കോടതി അതിൻ്റെ ചില ഒബ്സർവേഷൻസൊക്കെ നടത്തിയിട്ടുണ്ട്. ഇയാൾക്ക് എന്തായാലും ജാമ്യം കൊടുത്തില്ല. പക്ഷേ ഹൈക്കോടതി ഇന്നലെ ആ ജാമ്യം തള്ളിയതിൻ്റെ ഒപ്പം ചില കാര്യങ്ങൾ പറഞ്ഞു. അവസർജന്മാരും PG വിദ്യാർത്ഥികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെപ്പറ്റി പറഞ്ഞു. രാവും പകലും ഇല്ലാതെ അവർ ഈ പഠന സമയത്ത് അത് അവസർജൻസി ചെയ്യുമ്പോഴും അതുപോലെ തന്നെ PG വിദ്യാർത്ഥികൾ 24 hours ഹോസ്പിറ്റലിൽ കിടന്ന് തന്നെ ജോലി ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിൽ അതൊക്കെ പാസ്സായി വെളിയിൽ വരണമെങ്കിൽ അധ്യാപകരുടെ കരുണ വേണം. അധ്യാപകർ നല്ലൊരു ശതമാനം നല്ല അധ്യാപകർ തന്നെയാണ്. അവർ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ പഠനത്തെ കേന്ദ്രീകരിച്ച് അവർക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്യുന്നവരൊക്കെ തന്നെയാണ്. പക്ഷേ ചെറിയൊരു ശതമാനം ആൾക്കാർ അവർ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നവരാണ്. കാരണം അവരൊരു മാനസിക രോഗികളാണ് ആ ചെറിയ ശതമാനം ആൾക്കാർ. കാരണം കുട്ടികൾ എതിർത്തൊന്നും പറയില്ല. എന്ത് പേര് വിളിച്ചാലും മോശപദം പ്രയോഗിച്ചാലും അവനെ ചെറിയൊരു മർദ്ദനം നടത്തിയാലും പീഡിപ്പിച്ചാലും മാനസിക പീഡനവും ശരീര പീഡനം ഏൽപ്പിച്ചാലും അവർ കഴിവുള്ളിടത്തോളം 90%, 99% പ്രതികരിക്കില്ല, മിണ്ടില്ല, സഹിക്കും. അതിൻ്റെ കാരണം ഇവർക്ക് ഇൻറ്റേർണൽ മാർക്കുണ്ട്. ഈ അധ്യാപകരുടെ കാര്യമില്ലാതെ പാസ്സാകില്ല. കാരണം അങ്ങനെ ഒരു കൂട്ടം അധ്യാപകർ ഈ പീഡനക്കാരും മാനസിക രോഗികളുമായ ഒരു 10, 15, 20% ഓരോ മെഡിക്കൽ കോളേജുകളും അധ്യാപകർ കൂടെ ഉണ്ട്. കാരണം അവരെ ആരും ചെക്ക് ചെയ്യാനില്ല, അവരെ ആരും മര്യാദ പഠിപ്പിക്കാനില്ല. കുട്ടികളോട് കാണിക്കുന്ന ഇതുപോലെയുള്ള പ്രവർത്തികൾ, മോശമായ ക്രൂരമായ പ്രവർത്തികൾ അവർ രസം കൊള്ളുകയാണ്. അത് ചലഞ്ച് ചെയ്യാനോ അത് ചോദ്യം ചെയ്യാനോ അവിടുത്തെ പ്രിൻസിപ്പളോ മറ്റാരും തയ്യാറാകത്തില്ല. അതുപോലൊരു കഥാപാത്രമാണ് ഡോക്ടർ റാം. എന്തും പറയും, എന്തും വിളിച്ചു പറയും, ഏത് രീതിയിലുള്ള പ്രവൃത്തിയും ചെയ്യും, കുട്ടികളെ ഉപദ്രവിക്കും. കാരണം റാം അവിടുത്തെ സീനിയർ ഡോക്ടറാണ്. അയാളാണ് ഇൻറ്റേർണൽ കാര്യത്തിലൊക്കെ കൂടുതൽ മാർക്ക് ഇടേണ്ട ആൾ. അയാളെ വെറുപ്പിച്ചുകൊണ്ട് ആരും ഒന്നും പറയത്തില്ല. അവർ പറയുന്ന കളിയാക്കലായാലും ശരി, ഇവരെ മാനസിക പീഡനം നടത്തിയാലും ശരി, എല്ലാം സഹിച്ച് മുറിയിൽ പോയി കരഞ്ഞ് കിടക്കാനേ അവർക്ക് കഴിയുള്ളൂ. നിതിൻ രാജിൻ്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നിതിൻ രാജിനെ അവർ ആ പ്രിൻസിപ്പളും അതുപോലെ തന്നെ ഡോക്ടർ റാമിൻ്റെ നേതൃത്വത്തിലുള്ള പലരും മാനസികമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ആ പയ്യനെ മുകളിൽ നിന്ന് എടുത്ത് ചാടി എന്ന് പറഞ്ഞ് ജീവൻ വെടിഞ്ഞത്. എന്തായാലും അതേ സംബന്ധിക്കുന്ന അധ്യാപകരുടെ ഇതുപോലെയുള്ള പീഡനത്തിനെതിരായി അവിടെ കേസുണ്ടായി. നിതിൻ രാജിൻ്റെ മാതാപിതാക്കൾ രംഗത്ത് വന്നു. അത് ആ വിദ്യാർത്ഥി സമൂഹം വന്നു, അവരുടെ നേതാക്കന്മാർ വന്നു. അവിടുത്തെ ചില അധ്യാപകർ വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് വെളിയിലോട്ട് വന്നു. അതുകൂടെ ഏറ്റവും ടോപ്പ് റാങ്ക് കൊടുക്കേണ്ടത് ഡോക്ടർ റാമിന് തന്നെയായിരുന്നു. അപ്പോൾ ഡോക്ടർ റാമിനെതിരായിട്ടാണ് ഏറ്റവും കൂടുതൽ പരാതിയും വന്നിരിക്കുന്നത്. അവിടുത്തെ തലശ്ശേരി സെഷൻസ് കോടതിയിലെ മുൻകൂർ ജാമ്യത്തിന് പോയി, അവിടെ ജാമ്യം ലഭിച്ചില്ല. അതിനുശേഷം അതേ ഒളിവിലാണ്. അതിനുശേഷം കേരള ഹൈക്കോടതി ജാമ്യത്തിന് മൂവ് ചെയ്തു. മാസങ്ങൾ നീണ്ടു. ഈ 1-2 മാസമായിട്ട് ഒളിവിൽ തന്നെയാണ് ഡോക്ടർ റാം. എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല. പോലീസിൽ അങ്ങേരെ കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞില്ല. അതേസമയത്ത് അദ്ദേഹം ഹൈക്കോടതി ജാമ്യത്തിന് മൂവ് ചെയ്തിരുന്നു. ഹൈക്കോടതി ഇപ്പം അത് തള്ളി. ഇങ്ങനെയുള്ള ആൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നത് ഹൈക്കോടതി പരിഗണിക്കാൻ സാധ്യതയില്ല, പരിഗണിച്ചില്ല. അതുതന്നെയല്ല, അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ എണ്ണി കോടതിക്ക് മുമ്പാകെ വന്നു. അതൊക്കെ കോടതി പരിശോധിച്ചു. അപ്പം കോടതിയാണ് പറഞ്ഞത് ഒരു 10-25% അല്ലെങ്കിൽ 10-20% ഡോക്ടർമാർ അവർ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. നല്ല 75% ആൾക്കാർ നല്ല അധ്യാപകരാണ്. പക്ഷേ ഈ കുട്ടികളുടെ പീഡിപ്പിയിൽ മാനസികവും ശാരീരികവുമായി അവർ 24 മണിക്കൂർ ജോലി ചെയ്യുകയാണ്. അത് വളരെ അപകടകരമാണ് എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയത്. സമൂഹത്തിന് ഒരു ഭീഷണി തന്നെയാണ് ഈ രീതിയിലുള്ള പ്രവൃത്തി. കാരണം കുട്ടികൾ മാനസികമായി തകരും. പലരും ചിലപ്പം ആ അവസർജൻസി വിട്ടുപോയവർ ധാരാളം പേരുണ്ട്. അതുതന്നെയല്ല, അവർക്ക് ഉറക്കമില്ല, ഊണില്ല, ശരിയായ ആഹാര രീതിയിൽ എക്സസൈസ് ഇല്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയോട്ട് വരുന്നത് അത് ആ കുട്ടിക്കും
സമൂഹത്തിനും അപകടകരമാണ്. കാരണം കുട്ടിക്ക് ചിലപ്പം അവർക്ക് മറ്റു ചില രോഗങ്ങളൊക്കെ വരാമെങ്കിലും അങ്ങനെയുള്ളവർ തട്ടിമുട്ടി എങ്ങനെയെങ്കിലും പാസ്സായി സർക്കാർ സർവീസിലോട്ട് കയറിക്കഴിഞ്ഞാൽ രോഗികളുടെ പെരുമാറ്റവും മോശമാവും അവരെ. അതുതന്നെയല്ല, അവരുടെ ബ്രെയിനൊന്നും ശരിക്കും വർക്ക് ചെയ്യാനുള്ള സാധ്യതയും കുറയാണ്. ഊണും ഉറക്കവും ഇല്ലാതെ, സമയത്ത് ആഹാരമില്ലാതെ ഹോസ്പിറ്റലിലെ രോഗികളുടെ ഇടയ്ക്ക് 24 hours അവർ ആ ഔസർജൻസി പീരീഡിലും അതുപോലെ തന്നെ PGയുടെ ആ പീരീഡിലും ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുന്ന ഞാൻ ധാരാളം കുട്ടികളെ കണ്ടിട്ടുണ്ട്, പല ഡോക്ടർമാരെയും കണ്ടിട്ടുണ്ട്. ആ വാർഡിൽ തന്നെ 24 മണിക്കൂറും മേശപ്പുറത്ത് കൈ താങ്ങി കൈ ചുരുട്ടി വെച്ച് അതിൽ കിടന്ന് അതിൽ തലചാരി ഉറങ്ങുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം സമയത്ത് ആഹാരമില്ല, ഹോസ്പിറ്റലിൽ തന്നെയാണ്, 24 മണി രോഗികളുടെ ഇടയ്ക്കാണ്, പലപ്പോഴും രോഗം അവർക്കുണ്ടാകാം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപകടകരമായ ഒരു അവസ്ഥയിലാണ് അവർ ആ ജോലി ചെയ്യുന്നതെന്ന് നമുക്കൊക്കെ മനസ്സിലാവും. അതുതന്നെയാണ് ഹൈക്കോടതി ഇപ്പം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ജഡ്ജ്മെൻറ്റ് സമയത്ത് ജാമ്യം നിഷേധിച്ചു, ജാമ്യം അർഹനല്ല എന്ന് പറയുകയും അതോടൊപ്പം ഔസർജൻസ് കുട്ടികളും PG കുട്ടികളുടെയൊക്കെ അവസ്ഥ, അവരുടെ മാനസികവും ശാരീരികമായ അവസ്ഥയും ഒക്കെ ഹൈക്കോടതി വിശദീകരിച്ചിട്ടുണ്ട് ആ ഉത്തരത്തിൽ. അതുകൊണ്ട് അധ്യാപകർ ഇനി മെഡിക്കൽ കോളേജുകളിൽ വളരെ ശ്രദ്ധിക്കണം. അതുതന്നെ ഇങ്ങനെ മോശമായ പെരുമാറ്റമുള്ള അധ്യാപകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെപ്പറ്റിയൊക്കെ റിപ്പോർട്ട് ചെയ്യാനും അവരെ അതിൽ നിന്ന് മാറ്റിവിടാനും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ വാണിംഗ് കൊടുക്കാനും ഒക്കെ പ്രിൻസിപ്പളും മറ്റുള്ള സീനിയർ ഡോക്ടേഴ്സും തയ്യാറാകണം. എങ്കിൽ മാത്രമേ അവരെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഇതുപോലെയുള്ള ഡോക്ടർമാർ ഒരു പാകപ്പെടുത്തി എടുക്കാൻ കഴിയുള്ളൂ. ഡോക്ടർ റാമിനെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും സംസാരങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏത് രീതിയിലും എല്ലാവരെയും കളിയാക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. ബേസിക്കായിട്ട് വായി വരുന്ന ചീത്തയും തെറിയൊക്കെ പറയുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അധ്യാപകൻ അവിടെ യഥേഷ്ടം കുറേ വർഷങ്ങളായിട്ട് അവിടെ വിഹരിക്കുകയായിരുന്നു. അതിനിപ്പോൾ എന്തായാലും ഒരു അറുതി വന്നിരിക്കുന്നു. കാരണം അയാൾ ഒളിവിൽ പോയി. ഇപ്പോൾ ഏകദേശം 3-4 മാസമായിട്ട് ഒളിവിലാണ്. ഇതുവരെ പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ അയാൾ സുപ്രീം കോടതി പോകും എന്നാണ് ഞാൻ കരുതുന്നത്. സുപ്രീം കോടതിയും സ്വാഭാവികമായിട്ട് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അയാൾ വന്ന് സറണ്ടർ ചെയ്യേണ്ടി വരും. 10 വർഷം വരെ ശിക്ഷയുള്ളതാണ്. അതിലേക്ക് ചിലപ്പം ഈ കേസിൻ്റെ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ റിമാൻഡിലോട്ട് പോകും. ആ റിമാൻഡ് പീരീഡിൽ തന്നെ ട്രയൽ തുടങ്ങും. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഡോക്ടർ റാമിന് അത്ര പന്തിയല്ല. അയാൾ വിചാരിച്ച സീനിയർ ഡോക്ടറാണ്, അയാൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങില്ല. ഇത്രയും നാളും ചെയ്ത മോശമായ പ്രവൃത്തിക്ക് ഒരു പ്രതിവിധി അല്ലെങ്കിൽ ഒരു പ്രതിഫലനം ഉണ്ടായി എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. എന്തായാലും സുപ്രീം കോടതിയിലേക്ക് ഡോക്ടർ റാം നീങ്ങും എന്നാണ് ഞാൻ കരുതുന്നത്.